യൂണിറ്റി എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. അതിനായി ആദ്യം നിങ്ങൾ unity.com എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ യൂണിറ്റിയുടെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വരും. അതിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഡൗൺലോഡ് പേജിൽ വരും. ആദ്യമായിട്ട് നമ്മൾ അതിൽ ഇൻഡിവിജ്വൽ എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ സ്റ്റുഡൻസ് ഫ്രീ എന്നും കൊടുത്തിട്ടുണ്ട്, പേഴ്സണൽ ഫ്രീ എന്നും കൊടുത്തിട്ടുണ്ട്. പേഴ്സണൽ ഫ്രീയിൽ ഗെറ്റ് സ്റ്റാർട്ടഡിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ഡൗൺലോഡ് ഫോർ വിൻഡോസിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ യൂണിറ്റി ഹബ് എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ പറയും. അത് നിങ്ങൾ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതേപോലൊരു സോഫ്റ്റ്വെയർ ആയിരിക്കും. ഇതാണ് യൂണിറ്റി ഹബ്ബ്. ഇതിൽ ആദ്യം തന്നെ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഇതേ ഒരു empty സെക്ഷൻ ആയിരിക്കും ഈ പ്രൊജക്റ്റിൽ. ഇവിടെ ഒന്നും ഈ കാണുന്ന പ്രൊജക്റ്റുകളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇൻസ്റ്റാളിൽ പോവുക. അപ്പോൾ ഇവിടെ 3 വെർഷൻ കണ്ടോ, ഇതും നിങ്ങളുടെ കയ്യിലുണ്ടാവില്ല, അത് empty ആയിരിക്കും. ഇത് ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത വെർഷനാണ്. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇൻസ്റ്റാളിൽ പോയി ഇവിടെ ഇൻസ്റ്റാൾ എഡിറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഇങ്ങനെ വരും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് LTS എന്ന് എഴുതിയിരിക്കുന്നതുണ്ടോ, ഈ LTS എന്ന് എഴുതിയതിൽ ഉള്ള ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനാണ്. ഇവിടെ 2021 ഉണ്ട്, 2020 ഉണ്ട്, 2019 ഉണ്ട്. ഇപ്പോൾ കൊല്ലം 2022 പക്ഷേ നമുക്ക് LTSയിൽ ഏറ്റവും ലേറ്റസ്റ്റ് വന്നേക്കുന്നത് 2020. ഇപ്പോൾ നമ്മൾ 2020 വെർഷനാണ് ചെയ്യേണ്ടത്. ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവാം. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത കാരണം എനിക്ക് ഇനി ഇൻസ്റ്റാൾ ചെയ്യാൻ ഓൾറെഡി എൻജിൻ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സാധാ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ നെക്സ്റ്റ് അടിച്ച് പോവാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രൊജക്റ്റ് സെക്ഷനിൽ വരാം. എന്നിട്ട് ന്യൂ പ്രൊജക്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ 2020 അതിന് ശേഷമുള്ള വെർഷനോ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും ന്യൂ പ്രൊജക്റ്റ് എന്ന് കൊടുക്കുമ്പോൾ വരുന്നത്. ഇതിൽ നിന്നും ഒരുപാട് ടെംപ്ലേറ്റുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാം. ഇവിടെ ഒരു പ്രൊജക്റ്റ് നെയിം കൊടുക്കാം. ലൊക്കേഷൻ മാറ്റണമെങ്കിൽ ലൊക്കേഷൻ മാറ്റാം. എന്നിട്ട് ക്രിയേറ്റ് പ്രൊജക്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ആവുകയും അതപ്പോൾ തന്നെ ഓപ്പൺ ആവുകയും ചെയ്യും. അത് ഓപ്പൺ ആവാൻ ആദ്യത്തെ ടൈം ഒരു 4 മിനിറ്റോ 3 മിനിറ്റൊക്കെ എടുക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രൊജക്റ്റ് ഓപ്പൺ ആവുന്നത് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു ഹൈപ്പർ കാഷ്വൽ ഗെയിം ഉണ്ടാക്കാമെന്നും അതുപോലെ തന്നെ ഫാർ ക്രൈ പോലത്തെ ഗെയിമുകളിൽ ഉപയോഗിക്കുന്ന ഒരു സ്റ്റെൽത്ത് അസാസിനേഷൻ സിസ്റ്റം എങ്ങനെ ഉണ്ടാക്കാമെന്നും അതുപോലെ തന്നെ ഞാൻ ആദ്യമായി ഉണ്ടാക്കിയ ഒരു അൺറിയൽ എഞ്ചിൻ ഗെയിമിൻ്റെയും അതുപോലെ തന്നെ മറ്റൊരു ഗെയിമിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് കാണാവുന്നതാണ്.